യാക്കോബോ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന അഭിമന്യ തോമസ് മാർ അലക്സാൻഡ്രോസ് തിരുമേനിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം. Our distinguished guest, Patriarchal Delegate His Eminence Andreas Bahi Metropolitan, ജ്ഞാനായ സമുദായത്തിൻ്റെ അഭിമാനമായ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, കുര്യാക്കോസ് മാർ ഇവാനിയോസ് തിരുമേനി, അയ്യൂബ് മാർ സിൽവാനിയോസ് തിരുമേനി, വന്ദ്യരായ കോർപ്പിസ്കോപ്പാച്ചന്മാർ, ബഹുമാനരായ വൈദികർ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാനേറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം പിതാക്കന്മാരുടെ പൈതൃകം പേരുന്ന ഇട്ടിത്തുപ്പൻ കത്തനാരുടെ രക്തം ഇന്നും സിരകളിലൂടെ ഒഴുകുന്ന കുറച്ച് ജ്ഞാനായക്കാരെ ഇന്ന് ഈ പട്ടണം കണ്ടു കഴിഞ്ഞു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ആ പൈതൃകം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന നിങ്ങളാണ് സാക്ഷാൽ ദൈവപുത്രന്മാരെന്ന് ഞാൻ പറയും. പ്രിയമുള്ളവരെ, കേരള ചരിത്രത്തിൻ്റെ ക്രൈസ്തവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 99% ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ ക്രൈസ്തവ മതം സ്ഥാപിച്ച തോമസ് സ്ലീഹായുടെ കാലശേഷം സഭയുടെ ജീവനായിരുന്ന പൗരോഹിത്യം എന്നേക്കുമായി നിലനിൽപ്പില്ലാതെ കടന്നുപോയി. എന്നാൽ AD 345 അന്ന് അന്ത്യോക്യ പാത്രിക്കീസായിരുന്ന ഒസ്താത്തേവോസ് പാത്രിക്കീസ് ഭാഗ്യസ്മരണാർഹനായ ക്രാനിത്തോമായുടെ നിർദ്ദേശപ്രകാരം യൗസേപ്പ് റംബാനെ കൂട്ടി ഈ മലങ്കരയിലേക്ക് അയച്ചപ്പോഴാണ് നഷ്ടപ്പെട്ട പൗരോഹിത്യത്തിൻ്റെ പേര് വീണ്ടും ഈ ഭൂമിയിൽ ഉണ്ടായത്. ജ്ഞാനായ കുടിയേറ്റം. പ്രിയമുള്ളവരെ, അന്ന് മുതൽ അന്ത്യോക്യ സിംഹാസനവും ഈ സമുദായമായിട്ടുള്ള ബന്ധം, ഈ സഭാചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വേറൊരു തെളിവ് വേണ്ട നമുക്ക്. ജ്ഞാനായക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്ത്യോക്യയുടെ ചരിത്രമാണ്. ആ ജ്ഞാനായക്കാരെ നഷ്ടപ്പെട്ടു പോയാൽ ആ ചരിത്രം മാറ്റപ്പെടും, തള്ളപ്പെടും. പ്രിയമുള്ളവരെ, 345 മുതൽ അണമുറിയാതെ തുടർന്നു വന്ന പൗരോഹിത്യത്തിൻ്റെ കണ്ണികളാണ് നിങ്ങളെന്നുള്ളൊരു ബോധ്യം. പ്രിയമുള്ളവരെ, 15-ാം നൂറ്റാണ്ടിന് മുമ്പ് ഈ സഭയിൽ വീണ്ടും പൗരോഹിത്യത്തിൻ്റെ ഒരു ക്ഷാമം കടന്നു വന്നപ്പോൾ ജ്ഞാനായക്കാരായിരുന്ന ജോർജും ജോസഫും അന്ത്യോക്യ സിംഹാസനത്തിൽ കടന്നു ചെന്ന് മേൽപ്പട്ടക്കാരെ വാഴിച്ചു തരണമെന്ന് അപേക്ഷിച്ചത് അത് ജ്ഞാനായക്കാരായിരുന്നു. ചരിത്രം പഠിക്കണം. 15-ാം നൂറ്റാണ്ടിന് മുമ്പ് ഈ ദേശത്ത് വീണ്ടും പൗരോഹിത്യത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന കാലഘട്ടം, അന്ന് പാത്രിക്കീസ് ബാവായുടെ ഡെപ്യൂട്ടേഷനിൽ പോയവരിൽ 2 പേര് ജ്ഞാനായക്കാരൻ, ഒരു ജോർജും ജോസഫും. അത് ചരിത്രം പഠിപ്പിക്കുന്നു. വീണ്ടും മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ, 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്ന് നമ്മുടെ പാരമ്പര്യം മുറിക്കുവാൻ, നമ്മുടെ സഭയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അകത്തുള്ള ബാവയെ കടലിൽ കെട്ടിത്തത്തി കൊന്നുകളയുവാൻ ശ്രമിച്ചപ്പോൾ കൂനംകുരിശില് ആ കുരിശിൽ ആലാത്ത് കിട്ടി ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരയുള്ളിടത്തോളം കാലം അന്ത്യോക്യയെ ഞങ്ങൾ മറക്കില്ല എന്ന് പറങ്കി പട്ടാളത്തിന് മുമ്പിൽ നെഞ്ചുവിരിച്ച് തോക്കിൻ്റെയും മുണ്ടിയുടെയും മുമ്പിൽ പതരാതെ നിന്ന് ആ ജനത്തിന് നേതൃത്വം കൊടുത്തത് ഒരു ജ്ഞാനായ പട്ടക്കാരനാണെന്നുള്ള ബോധ്യം അത് നിങ്ങൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ആ ജ്ഞാനായ പട്ടക്കാരൻ ഇട്ടിത്തൊമ്മൻ കത്തനാറുടെ രക്തമാണ് നിങ്ങളുടെ സിരകളിൽ ഒഴുകുന്നതെങ്കിൽ
ഒരിക്കലും നിങ്ങൾക്ക് അന്ത്യോക്യ സിംഹാസനത്തെ മറക്കുവാൻ നിങ്ങൾക്ക് പറ്റില്ല. പ്രിയമുള്ളവരെ, വീണ്ടും തലമുറകൾ കടന്നുപോയി സമർത്ഥനായ ഒരു കപ്പിത്താൻ ഈ കപ്പലിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ജ്ഞാനായ സഭയ്ക്ക് ഒരു സമുദായ ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന ഒരു സുപ്രീം കോടതിക്കും തകർക്കാൻ പറ്റാത്ത ഭരണഘടന. ആ ഭരണഘടനയിൽ ഒന്നല്ല രണ്ടല്ല 7 പ്രാവശ്യം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലുള്ള വിധേയത്വം ഉറക്കെ പ്രഖ്യാപിച്ച ഒരു ഭരണഘടന. പ്രിയമുള്ളവരെ, 1995 സുപ്രീം കോടതിയിൽ ഭൂരിപക്ഷ വിധി പ്രകാരം മലങ്കര സഭയ്ക്ക് നഷ്ടങ്ങൾ മാത്രമുണ്ടായപ്പോ സമർത്ഥനായ ഒരു കപ്പിത്താൻ രൂപപ്പെടുത്തിയ ഭരണഘടന ഒരു പോറല് പോലും ഏൽക്കാതെ ആ ഭരണഘടന ഇന്നും ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, 95 കോടതി വിധിയിൽ മലങ്കര സഭ താറുമാറായി. പക്ഷേ ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന തകർന്നില്ല. കാരണം ആ ഭരണഘടന സമർത്ഥനായ ഒരു കപ്പിത്താന്റെ അന്ത്യോക്യ സിംഹാസനത്തോട് കൂറും വിധേയത്വമുള്ള ഒരു മേൽപ്പട്ടക്കാരന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഭരണഘടന. ആ മേൽപ്പട്ടക്കാരൻ പറഞ്ഞു, പ്രിയമുള്ളവര്, വീഡിയോ നമ്മുടെ കയ്യിലെല്ലാം ഇന്ന് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാ വീഡിയോ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ചത് അന്ത്യോക്യ പാത്രികേസാണ്. ആ പാത്രികേസിനെതിരെ ഒരു വാക്ക് ചിന്തിച്ചാൽ, എൻ്റെ മനസ്സിൽ വിചാരിച്ചാൽ ആ പട്ടത്വത്തിൽ നിന്നും ഉരിയപ്പെട്ടവനായിരിക്കുമെന്ന് പറഞ്ഞത് 52 വർഷം ഈ സഭയെ ധീരതയോടെ നയിച്ച, ഈ സഭയ്ക്കൊരു ഭരണഘടന ഉണ്ടാക്കി കൊടുത്ത, ഈ സഭയിലെ പട്ടക്കാരെ മേയിച്ച, അവരെ ശുശ്രൂഷിച്ച, അവരെ നിയോഗിച്ച, അവരെ നിയമിച്ച ഒരു അന്ത്യോക്യ ഭക്തനായ, ഒരു സമർത്ഥനായ ഒരു കപ്പിത്താൻ ക്ലിമീസ് തിരുമേനി ഒരിക്കലും മറക്കില്ല. ഈ സമുദായമല്ല, മലങ്കര സഭയ്ക്ക് ആ മേൽപ്പട്ടക്കാരനെ മറക്കുവാൻ പറ്റില്ല. ഇന്ന് മലങ്കര സഭയുടെയും എന്തെങ്കിലും ഒക്കെ ഒരു പൗരോഹിത്യ പിന്തുടർച്ചയുണ്ടെങ്കിൽ ആ മേൽപ്പട്ടക്കാരൻ അതിൽ പ്രധാന കണ്ണിയായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് ചതിയാണ്, ചതി. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭരണഘടനയ്ക്ക് തുരങ്കം വെക്കുവാൻ അനേകര് ഒത്തുകൂടിയിട്ടുണ്ട്. ഈ ഭരണഘടനയെ ദുർബലപ്പെടുത്തുവാൻ സുപ്രീം കോടതി 100% ശരിയെന്ന് പറഞ്ഞ ഭരണഘടനയെ ദുർബലപ്പെടുത്തുവാൻ, അതിൻ്റെ ക്ലോസുകൾ മാറ്റി എഴുതുവാൻ, അന്ത്യോക്യ സിംഹാസനത്തെ മുറിച്ചു മാറ്റുവാൻ, പ്രിയമുള്ളവരെ, പല കപട ബുദ്ധികളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊന്ന് പറയാം, കോടതി കർത്താവായ, കേസ് പ്രാർത്ഥനയായ ഒരു വിഭാഗം മാറി നിൽപ്പുണ്ട്. അവര് മലങ്കര സഭയിലെ 66 പള്ളികൾ വിഴുങ്ങിക്കളഞ്ഞു. ഇനിയും അവര് വിഴുങ്ങുവാനുള്ളത്, ഞാൻ പറയട്ടെ, ഈ ജ്ഞാനായ സമുദായത്തെ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഇത് ചതിയാണ്, ഇത് ചതിയാണ്. നിങ്ങൾ തിരിച്ചറിയാതിരുന്നാൽ, ജ്ഞാനായക്കാര് ഇതൊന്നും അറിയാതെ വീടുകളിൽ കുത്തിയിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പള്ളികളായിരിക്കും. കാരണം ഈ ഭരണഘടനയെ ദുർബലപ്പെടുത്തിയാൽ, ഈ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തിയാൽ അടുത്ത കേസ് ഈ ജ്ഞാനായ ഭദ്രാസനത്തിനെതിരായിരിക്കും. നിങ്ങളുടെ നീലമ്പേരൂർ പള്ളി അതിൻ്റെ ആധാരവും പട്ടയവും ഒക്കെ അന്ത്യോക്യ സിംഹാസനത്തിലാണെങ്കിലും 34 കൈപ്പിടിയിൽ കൊണ്ടുവരുവാൻ ഇവര് കാണിക്കുന്ന കുതന്ത്രം, കുബുദ്ധി നിങ്ങളിപ്പം തിരിച്ചറിയത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, നമ്മുടെ ശവശരീരം പോലും മാന്യമായി സെമിത്തേരിയിൽ അടക്കുവാൻ നിങ്ങൾ കൊണ്ട് പറ്റില്ല. ഈ ചതി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഈ ചതി നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഈ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താതെ, ഈ ഭരണഘടനയ്ക്ക് തുരങ്കം വയ്ക്കാതെ സമർത്ഥനായ കപ്പിത്താൻ നയിച്ച ആ ഭരണഘടനയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ
നാളെ ക്നാനായ ഭദ്രാസനം ദുഃഖിക്കേണ്ടി വരും. ഇതെന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. തിരുവാർപ്പ് ബർത്തശ്മൂനി പള്ളി ഒരു വ്യക്തി പോലും ഓർത്തഡോക്സിന്റെ വ്യക്തികളില്ല. മറുഭാഗത്തിന്റെ ഒരേ ഒരു വ്യക്തി പോലും തിരുവാർപ്പ് പള്ളിയിലില്ല. പക്ഷേ കുതന്ത്രത്തിലൂടെ കുബുദ്ധിയിലൂടെ രണ്ടുപേരെ വിലക്കെടുത്ത് അവരെ കൊണ്ട് കേസ് കൊടുത്ത് ആ പള്ളി പിടിച്ചെടുത്ത് അവിടെ നിന്ന് എന്നെ അടിച്ചിറക്കി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഭൗതിക ശരീരം പോലും കബറടക്കുവാൻ നിവൃത്തിയില്ലാതെ തെരുവിലൂടെ അലയേണ്ടി വന്നു ഞങ്ങൾക്ക്. ഇത് നാളെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഭരണഘടനയെ ദുർബലപ്പെടുത്തരുത്. നിങ്ങൾ ഒരിക്കലും വീടുകളിൽ കുത്തിയിരിക്കരുത്. അന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് അന്ത്യോക്യം രക്തമാണ്. ആ രക്തം നിങ്ങൾ ഒഴുക്കിക്കളയരുത്. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രിയമുള്ളവരെ, ഒരു പരിശുദ്ധ പാത്രികീസ് ബാവ നമുക്കുള്ളത്. ഒരു വ്യക്തിയെങ്കിലും അന്ത്യോക്യ സിംഹാസനത്തോട് ചേർന്നിരുന്നാൽ ആ വ്യക്തിയോടൊപ്പമായിരിക്കും ഞാനെന്ന് പറഞ്ഞ ഒരു പുണ്യപ്പെട്ട പിതാവാണ്. നമ്മളെ സ്നേഹിക്കുവാൻ മാത്രം മനസ്സുള്ള, നമ്മളെ സ്വീകരിക്കുവാൻ മനസ്സുള്ള പ്രിയമുള്ളവരെ, മുടിയൻ പുത്രന്റെ കഥയിൽ ഒരപ്പനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൻ ഒത്തിരി പഠിച്ചു നോക്കി, പണിത് നോക്കി അവനെ ഒന്ന് നേരെയാക്കാൻ. പക്ഷേ അവരൊന്നും സ്വീകരിക്കാതെ അപ്പനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയി. പക്ഷേ ആ ബൈബിൾ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ മുടിയൻ പുത്രൻ തിരിച്ചു വന്നപ്പോ പ്രിയമുള്ളവരെ, അവൻ ചെന്ന് കുറ്റം ഏറ്റു പറഞ്ഞില്ല, അപ്പ ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ല. മകൻ വരുന്നത് കണ്ട് രണ്ട് കൈയും എഴുന്നേറ്റ് രണ്ട് കൈയും പൊക്കി പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യുന്ന ഒരപ്പനെയാണ് ആ വേദപുസ്തക ഭാഗം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അപ്പൻ എന്ത് കുറ്റവും തെറ്റുകളും ക്ഷമിക്കുവാൻ പര്യാപ്തനായ ഒരു പാത്രികീസ് ബാവയാണ് ശ്രേഷ്ഠ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഒന്ന് മതി, ഞാൻ ചേർന്നിരിക്കും എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഒന്നും ക്ഷമ പറയണ്ട, തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയണ്ട. മനസ്സിൽ ചിന്തിച്ചാൽ അപ്പൻ എഴുന്നേൽക്കും. അവനെ നമ്മൾ പരിശുദ്ധ വേദപുസ്തക ഭാഗം കണ്ടു. അവന്റെ കയ്യിൽ മോതിരം അണിയിച്ചു, അവന്റെ കാലിൽ ചെരുപ്പണിയിച്ചു, മേൽത്തരമായ വസ്ത്രം കൊണ്ട് അവനെ മൂടി. എൻ്റെ മകനെ, നീ മരിച്ചവനായിരുന്നു, ഇന്നു മുതൽ നീ ജീവനോടെ ഇരിക്കുന്നു. അതേ പ്രിയമുള്ളവർ, നമുക്കുള്ള ഒരു അപ്പനതാണ്. പരിശുദ്ധ സിംഹാസനത്തിൽ നമ്മൾ ചേർന്നിരുന്നാൽ ആ സിംഹാസനം നമ്മളെ കൈവിടുകയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം മലങ്കരയുടെ രഹസ്യ പേടകം എന്ന് പറഞ്ഞ EM ഫിലിപ്പിന്റെ ഇടപെടൽ ഫിലിപ്പ് ഒരു ചരിത്ര പുസ്തകം ഞാൻ കഴിഞ്ഞ നാളുകളിൽ വായിക്കുവാൻ എനിക്ക് സാധിച്ചു. കഴിയുന്നിടത്തോളം എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് EM ഫിലിപ്പിന്റെ മലങ്കരയുടെ രഹസ്യ പേടകം. ഒരു ഭാഗത്ത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, റോയൽ കോടതിയിൽ വാദം നടക്കുകയാണ്. മലങ്കര സഭയേറെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. പഴയ സെമിനാരി നഷ്ടപ്പെടുമോ? നവീകരണക്കാര് നമ്മുടെ സഭയെ പിടിച്ചു തിന്നുമോ? കിടന്നിട്ടുറക്കം വരാത്ത EM ഫിലിപ്പ്, പ്രിയമുള്ളവരെ, വാദങ്ങളൊക്കെ പൂർത്തിയായതിന് അതിലെല്ലാം ഉപദേശം അഡ്വക്കേറ്റ്സിന് കൊടുത്തുകൊണ്ടിരുന്നത് EM ഫിലിപ്പ്. ഒടുവിൽ വാദങ്ങൾ പൂർത്തിയായി. റോയൽ കോടതിയുടെ വിധിക്ക് വേണ്ടി ജനങ്ങൾ കാതോർത്തിരിക്കുകയാണ്. അദ്ദേഹം ഭവനത്തിൽ ചെന്നു. അദ്ദേഹത്തിന്റെ ഇളയ കുട്ടി മാത്തുക്കുട്ടി 1 വയസ്സ് മാത്രം പ്രായമുള്ളൂ, 1 വയസ്സ് മാത്രം. പക്ഷേ കോടതി പോകുന്നതിനിടയ്ക്ക് മകന് പനി വന്നത് അദ്ദേഹം കാര്യമാക്കിയില്ല. മകന് മരുന്ന് മേടിക്കുവാൻ ഹോസ്പിറ്റലിൽ പോകുവാൻ അദ്ദേഹത്തിന് സമയമില്ല. കാരണം കോടതി വരാന്തയിലൂടെ ഇറങ്ങി നടക്കുകയാണ്. മലങ്കര സഭയെ ജയിപ്പിക്കണം, റോയൽ കോടതി വിധി അനുകൂലമാക്കി തീർക്കണം. പ്രിയമുള്ളവരെ, മകന്റെ പനി കൂടി ഒരു ദിവസം തിരിച്ചു വരുമ്പോ മരണത്തോട് മല്ലടിക്കുന്ന മാത്തുക്കുട്ടി എന്ന ഏകപുത്രൻ EM ഫിലിപ്പിന്റെ, അദ്ദേഹം
റോയൽ കോടതി വിധി പിറ്റേ ദിവസം വരും. അദ്ദേഹം വികാരഭരിതമായി എഴുതിയ 2-3 വാക്കുകളുണ്ട്. അതെന്റെ ഹൃദയത്തെ തറച്ച വാക്കുകളാണ്. അദ്ദേഹം പ്രാർത്ഥനാ മുറിയിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിനക്ക് വേണമെങ്കിൽ എടുത്തുകൊള്ളുക. പക്ഷേ മലങ്കര സഭയുടെ വിധി വരുമ്പോ അത് അന്ത്യോക്യ സിംഹാസനത്തിന് അനുകൂലമായി വിധിയായിരിക്കണം. E.M. ഫിലിപ്പ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ എഴുതിയിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ നീ വേണമെങ്കിൽ എടുത്തു. ഞങ്ങളുടെ സമൂഹത്തിന്റെ പാപ പരിഹാരമായി അബ്രഹാം ഇസഹാക്കിനെ കൊടുത്തതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ കൊടുക്കുവാൻ ഞാൻ മനസ്സാണ്, എനിക്ക് മനസ്സാണ്. അതുകൊണ്ട് നീ എൻ്റെ കുഞ്ഞിനെ എടുത്തു. പക്ഷെ പകരം റോയൽ കോടതി വിധി വരുന്നത് അന്ത്യോക്യ സിംഹാസനത്തിന് അനുകൂലമായിരിക്കണം. ഇതാണ് ഒരു ക്നാനായക്കാരൻ. പ്രിയമുള്ളവരെ, ഈ ക്നാനായ വിശ്വാസം നിന്റെ ചോരയിലുണ്ടെങ്കിൽ നീ ഇതിനെതിരെ ശക്തിക്കണം. അന്ത്യോക്യ സിംഹാസനത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞവനെ ഒറ്റപ്പെടുത്തണം, ഒരു വാക്ക് ഉച്ചരിക്കുന്നവനെ മാറ്റി നിർത്തണം. ഒരു സമൂഹമായി അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ എന്നും ഞങ്ങളുടെ സന്തതി പരമ്പരകൾ ഉള്ളിടത്തോളം കാലം പരിശുദ്ധ സിംഹാസനത്തിന് മുമ്പാകെ ഉറച്ചു നിൽക്കും. ജീവൻ പോകട്ടെ, പട്ടത്തെ മുറിയപ്പെടട്ടെ, പള്ളി നഷ്ടപ്പെടട്ടെ, പള്ളിക്കുറ്റം ചുമത്തട്ടെ, പക്ഷെ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് തീരുമാനമെടുക്കുവാൻ ഈ സമുദായത്തിന് സാധിച്ചെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ സിംഹാസനം അത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കണം. പരിശുദ്ധനായ പോപ്പ് ഒരു ദിവസം പറഞ്ഞു, ഫ്രാൻസിസ് പോപ്പ് പറഞ്ഞു, അന്ത്യോക്യ അത് സഭകളുടെ മാതാവാണ്, അത് സഭകളുടെ മാതാവാണ്. പരിശുദ്ധ പാത്രികേസ് ബാവ പോപ്പിനെ സന്ദർശിച്ചപ്പോ പോപ്പ് പറഞ്ഞ വാക്കുകളാണ്, അന്ത്യോക്യൻ സഭ അത് സഭകളുടെ മാതാവാണ്, അതിൻ്റെ രക്തം രക്തസാക്ഷികളുടെ രക്തമാണ് ഇന്ന് ക്രൈസ്തവന്റെ ചോരയും നീരും. പ്രിയമുള്ളവരെ, ആ സഭ ആ സിംഹാസനത്തെ ഒരിക്കൽ പോലും മറുത്തു പറയാതെ നമുക്കതിനു വേണ്ടി ഒറ്റ മനസ്സോട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനിങ്ങനെയുള്ള കൂടിവരവുകൾ, അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ പാത്രികേസ് ബാവയുടെ സ്നേഹമാണ് പ്രിയമുള്ളവരെ ഇത്ര തിരക്കുള്ള ദിവസങ്ങളിലും ഒരു പാത്രിക പ്രതിനിധിയെ നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ അയച്ചു വിടണമെങ്കിൽ ആ പരിശുദ്ധ സിംഹാസനത്തിന് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള മമത, നിങ്ങളോടുള്ള ആ കടമ എന്തുമാത്രമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ ഒറ്റ മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെനിക്ക് അവസരം അഭിവന്യ പിതാക്കന്മാരോട്, ഇതിനെ അനുവദിച്ച ശ്രേഷ്ഠ കാതോലിക്ക ബാവായോട്, പ്രിയമുള്ളവരെ, നമുക്കാരോടും വിരോധമില്ല, നമുക്കാരോടും പരിഭവമില്ല. ശ്രേഷ്ഠ കാതോലിക്ക ബാവ കാതോലിക്കയായി സ്ഥാനമേറ്റ അന്ന് മുതൽ പറയുന്ന ഒരേ ഒരു വാക്കുണ്ട്, ഞാനൊരു പാലം ഇട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഈ പാലത്തിലേക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും കയറാം, എനിക്കാരോടും വിരോധമില്ല, കേസ് വേണ്ട, വഴക്ക് വേണ്ട, നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. ഇതാണ് പ്രിയമുള്ളവരെ ക്രൈസ്തവത എന്ന് പറയുന്നത്. അല്ലാതെ കേസിന്റെ പുറകെ കോടതി കർത്താവായി കേസ് പ്രാർത്ഥനയായി നടക്കുന്നവരോട് നമുക്ക് യാതൊരു ബന്ധവും വേണ്ട. നമുക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ പരസ്പരം സഹോദരങ്ങളെ പോലെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നമുക്ക് പറഞ്ഞു തീർക്കണം. ശ്രേഷ്ഠ കാതോലിക്ക ബാവ പറയുന്ന വാക്കുകളാണ്, നമുക്ക് മറുപക്ഷവുമായിട്ടും യാതൊരു ബന്ധവും യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് അവരുടെ പള്ളികളൊന്നും നമുക്ക് വേണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഒരു സഭയ്ക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ പറ്റുമെങ്കിൽ
എത്ര വയസ്സ് വരെ ജീവിക്കാൻ പ്രിയമുള്ളവരെ? ഏറിയാൽ 80 വയസ്സ് വരെ. ആ 80 വയസ്സിൻ്റെ ഉള്ളിൽ ശത്രുതയും കേസും കോടതിയുമാണെങ്കിൽ എന്ത് ജീവിതം! അതുകൊണ്ട് ഉള്ള ആയുസ്സിനിടയ്ക്ക് സ്നേഹത്തോട്, സന്തോഷത്തോട്, ഒരു മനസ്സോട്, ഒരാത്മാവോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ, അവനുള്ള ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റുമെങ്കിൽ, ഈ മലങ്കരയിലെ ക്രൈസ്തവ സമൂഹം സാക്ഷ്യമുള്ള സമൂഹമെന്ന് ലോകം ഏറ്റുപറയും. അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you for the words of blessing, His Eminence Thomas Mar Alexandrios.